അമേരിക്കയിലൂടെയും കാനഡയിലൂടെയും യൂറോപ്പിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരിങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്? അമേരിക്കയെയും കാനഡയെയും യൂറോപ്പിനെയും പിടിച്ചു കുലുക്കുന്ന ഒരു സാമൂഹിക വിപത്താണ് ഓപ്പിയോയിഡ് ക്രൈസിസ്. കേരളത്തിലുള്ളവർക്ക് MDMA എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ അറിയുന്നത്. ഇതൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്നുകളാണ്, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. ഇത് കൂടുതലും വേദന സംഹാരികളായിട്ടാണ് പലരും ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നീട് അഡിക്ഷൻ ആവും. അമിത ഉപയോഗം ജീവിതം തന്നെ തകർക്കും. ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ മനുഷ്യരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. മസിലുകളെ ബാധിക്കും. മസിലുകൾ ഒരുപാട് റിലാക്സ് ആയി മാറും. അങ്ങനെ ആയി കഴിഞ്ഞാൽ മനുഷ്യന് നേരെ നിൽക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഒരു പരിധി കഴിഞ്ഞാൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനുമുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടും. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഓവർഡോസ് ഡെത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ സാമൂഹിക വിപത്ത് യൂറോപ്പിനെയും അമേരിക്കയെയും കാനഡയെയും പിടിച്ചുകുലുക്കുകയാണ്. നമ്മുടെ നാട്ടിലും MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം കൂടി വരികയാണ്. ഇതുപോലുള്ള കാഴ്ചകൾ കേരളത്തിലും വിദൂരമല്ല. ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുക, അവയർനെസ് പരത്തുക. ഇതുപോലുള്ള ഡ്രഗുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരും ഇതുപോലുള്ള ഡ്രഗുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാതിരിക്കുക. മാക്സിമം എല്ലാവരിലും ഈ വിവരങ്ങൾ എത്തിക്കുക.